കൂട്ടുകാരെ, നന്മണിയുടെ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുകയാ? കുറേ ദിവസങ്ങളായല്ലോ നിങ്ങളെ കണ്ടിട്ട്. എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ? ഇന്ന് ആരുടെ കഥയാണെന്നോ? സുഹൃത്തുക്കളായ ഒരാമയുടെയും ഒരു മുയലിൻ്റെയും കഥ. എന്താ ആമ? ടോർട്ടോയിസ് അല്ലെങ്കിൽ ടർട്ടിൽ എന്നും പറയും. മുയലോ റാബിറ്റ്. അപ്പോൾ അവരുടെ കഥ കേൾക്കാം. കഥ പറയട്ടെ. ദൂരെ ദൂരെ ഒരു കാട്ടിൽ ഒരാമയും മുയലും താമസിച്ചിരുന്നു. രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമായിരുന്നു. സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം പരസ്പരം പറഞ്ഞ് അവർ സന്തോഷത്തോടു കൂടെ തന്നെയാണ് ജീവിച്ചത്. പക്ഷേ കൂട്ടത്തിലെ മുയലച്ചൻ കുറച്ച് അഹങ്കാരിയായിരുന്നു. ചെറിയൊരു പൊങ്ങച്ചം കാണിക്കലും ഉണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വൈകുന്നേരം അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മുയൽ പറഞ്ഞു, അതെ കൂട്ടുകാരാ, നമുക്ക് ഒരു ദിവസം ഒരോട്ട മത്സരം വച്ചാലോ? മുയൽ ആ ഓട്ട മത്സരം പറഞ്ഞതിൻ്റെ പ്രധാന കാരണം ആമയുടെ പ്രത്യേകത തന്നെയാണ്. എന്താണെന്നോ, ആമ വളരെ പതുക്കെ സഞ്ചരിക്കൂ. ആമയ്ക്ക് ഒരുപാട് വേഗത്തിൽ ഓടാനോ ചാടാനോ ഒന്നും സാധിക്കില്ല. വളരെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞാണ് ആമ നീങ്ങുന്നത്. മുയലോ വളരെ വേഗത്തിൽ തൻ്റെ കാലുകൾ ഉപയോഗിച്ച് ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യും. അതിനാൽ തന്നെ ആമയേക്കാളും എല്ലാ രീതിയിലും താൻ തന്നെയായിരിക്കും വിജയി എന്ന് നമ്മുടെ മുയലിന് നല്ല ഉറപ്പായിരുന്നു. പക്ഷേ താൻ വളരെ പതുക്കെയാണ് സഞ്ചരിക്കുന്നതെന്ന് അറിയാമെങ്കിലും തൻ്റെ സുഹൃത്ത് പറഞ്ഞ കാര്യത്തിന് ആമ സമ്മതിച്ചു. ശരി, നാളെ രാവിലെ നമുക്ക് ഓട്ട മത്സരം വയ്ക്കാമെന്ന് ആമ പറയുകയും ചെയ്തു. അവരുടെ മറ്റു 2-3 സുഹൃത്തുക്കളോട് അവർ ഈ കാര്യം പറയുകയും ആമയുടെയും മുയലിൻ്റെയും ഓട്ട മത്സരം കാണാൻ അവർ അവിടെ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ പറഞ്ഞ സ്ഥലത്ത് നിന്നും ഓട്ട മത്സരം ആരംഭിച്ചു. മറ്റു കൂട്ടുകാർ 1, 2, 3 പറഞ്ഞപ്പോൾ ആമയും മുയലും ഓടാൻ തുടങ്ങി. കുറച്ചധികം ദൂരമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഓട്ട മത്സരം തുടങ്ങി. വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന മുയൽ ഒരുപാട് ദൂരം പിന്നിട്ടു. പക്ഷെ ആമയോ വളരെ പതുക്കെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുയലച്ചൻ അത്യാവശ്യം ക്ഷീണിച്ചു. അവൻ എന്ത് ചെയ്തെന്നോ, ഒന്ന് തിരിഞ്ഞു നോക്കി. എല്ലായിടത്തും നോക്കിയിട്ടും ആമയെ കാണാനില്ല. അപ്പോൾ മുയൽ വിചാരിച്ചു, ഓ, അവൻ അവിടെ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇഴഞ്ഞിഴഞ്ഞിങ്ങെത്തുമ്പോഴേക്കും ഒരുപാട് സമയമാകും. എന്തായാലും ഞാൻ വല്ലാതെ ക്ഷീണിച്ചു ഓടി ഓടി. ഇനി കുറച്ച് സമയം ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുയലച്ചൻ തൊട്ടടുത്ത് കാണുന്ന വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിപ്പായി. പതിയെ പതിയെ ക്ഷീണം കൊണ്ട് മുയലച്ചൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞു വന്നു. അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്തു. എന്നിട്ടോ കുറേ സമയം അവൻ ഉറങ്ങിപ്പോയി. ആ സമയം കൊണ്ട് നമ്മുടെ ആമ പതുക്കെ പതുക്കെ നടന്ന് നടന്ന് നമ്മുടെ മുയലച്ചൻ്റെ തൊട്ടടുത്തെത്തി. ആമ നോക്കിയപ്പോൾ മുയലച്ചൻ നല്ല ഉറക്കം. ആദ്യം അവനെ വിളിച്ചാലോ എന്ന് ആലോചിച്ചു നിന്നു. പിന്നീട് കരുതി, ഇതൊരു മത്സരമല്ലേ, അതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ആമ ഒന്നും മിണ്ടാതെ മുയലച്ചനെയും കടന്ന് മുന്നോട്ട് നീങ്ങി. മുയൽ കുറേ സമയം ഉറങ്ങിയതിന് ശേഷം കണ്ണു തുറന്നു. സമയം എത്രയായെന്നോ എത്ര സമയം താൻ ഉറങ്ങിയെന്നോ ആ മുയലിന് ഒരറിവും ഉണ്ടായിരുന്നില്ല. അവനത് ഊഹിക്കാൻ പോലും പറ്റിയില്ല. മുയൽ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ചുറ്റും നോക്കി. അമ്പടാ, ആമ ഇതുവരെ വന്നില്ല. ഇനിയും നോക്കി നിൽക്കേണ്ട. വേഗം മത്സരം തീരുന്ന സ്ഥലത്തേക്ക് ഓടിയെത്താമെന്ന് കരുതി നമ്മുടെ മുയലച്ചൻ മുന്നോട്ടേക്ക് ഓടി. പക്ഷേ അവിടെ ചെന്നപ്പോഴോ കൂട്ടുകാരെ, മുയലിനേക്കാൾ മുന്നേ നമ്മുടെ ആമ അവിടെ എത്തിയിരുന്നു. അങ്ങനെ ആമ ആ ഓട്ട മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. അതോടുകൂടി നമ്മുടെ മുയലിന് ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നോ, ഒരിക്കലും മറ്റൊരാളെ വില കുറച്ച് കാണാൻ പാടില്ല. ഞാൻ മാത്രമാണ് മികച്ചതെന്ന് ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാനും പാടില്ല. പയ്യെ പയ്യെ ചെയ്താലും
കാര്യങ്ങൾ കൃത്യതയോടെ നടക്കുമെന്നും നമ്മുടെ മുയലച്ഛന് മനസ്സിലായി. അങ്ങനെ തൻ്റെ അഹങ്കാരമെല്ലാം മാറ്റിവെച്ച് ആമയുടെ നല്ല സുഹൃത്തായി നമ്മുടെ മുയലച്ഛൻ മുന്നോട്ട് പോയി. അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി ആ കാട്ടിൽ ജീവിക്കുകയും ചെയ്തു. നന്മണിയുടെ കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത്? ആരും മോശമല്ല, എല്ലാവരും കഴിവുള്ളവരാണ് അല്ലേ? ഞാനാണ് മികച്ചതെന്ന് മാത്രം കരുതി ജീവിക്കാതിരിക്കുക. പിന്നെയോ, മറ്റുള്ളവർക്കും കഴിവുകളുണ്ടെന്നും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന്? അതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ. എന്ത് കാര്യവും കൃത്യതയോടെയും ചിട്ടയോടെയും പതുക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ, വളരെ മികച്ച രീതിയിൽ നമുക്ക് ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും. നന്മണിയുടെ കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടെയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു കഥയുമായി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.